എല്ലാവർക്കും നമസ്കാരം. പരീക്ഷ എത്തി അല്ലേ? LDC പരീക്ഷ എന്ന് പറയുന്ന മാമാങ്കം നമ്മളിങ്ങ് എത്തിക്കഴിഞ്ഞു. എത്ര നാളുകൊണ്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കുറേ നാളുകൊണ്ട് അന്നു തൊട്ട് ഇന്ന് വരെ പരീക്ഷയുടെ പരീക്ഷ വിളിച്ച നാൾ മുതൽ LDC ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കഴിയുകയാണ്. വലിയൊരു മാമാങ്കമാണ്. തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന കുറേ അധികം പേരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. നിങ്ങളുടെ മനസ്സിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളത് ഹാളിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അത് എഴുതി ഏറ്റവും നല്ല റാങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും ടെൻഷനുണ്ട്. ആർക്കാ ഇല്ലാത്ത? നിങ്ങൾ അന്വേഷിച്ച് നോക്കും. നിങ്ങളുടെ ഏറ്റവും നല്ലോണം പഠിക്കുന്ന ഒരു കൂട്ടുകാരനായാലും അവനോട് ചോദിച്ചാലും അവനും ടെൻഷനാണ്. അല്ലാതെ ഒരാളും പറയും എനിക്ക് ടെൻഷനൊന്നുമില്ല, ഞാൻ 100 എഴുതാൻ പോകുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടത്, ഈ പരീക്ഷ എഴുതാൻ പോകുന്ന 99% നിങ്ങളെപ്പോലെ തന്നെ പഠിച്ചിട്ട് എഴുതാൻ പോകുന്നവർക്കെല്ലാം ടെൻഷൻ വരും. കാരണം എന്താ? ഞാൻ പഠിച്ചതൊക്കെ വരുമോ, അതോ തിരിഞ്ഞു പോകുമോ, സ്റ്റേറ്റ്മെന്റ്സ് ചോദ്യങ്ങൾ വേറെ തരത്തിലായിരിക്കുമോ, ടഫായിരിക്കുമോ, ഇനി മൈനസ് കൂടുതലാക്കുമോ, ഞാൻ ഇപ്പം ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ അങ്ങ് മൈനസ് വന്ന് മാർക്ക് കുറയുകയാണല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചിന്താഗതികൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതൊക്കെ വന്നോട്ടെ. പക്ഷെ ഒറ്റ കാര്യം തീരുമാനിക്കുക, നിങ്ങൾക്ക് വരേണ്ടത് നിങ്ങളുടെ സുവർണാവസരമായ നിങ്ങൾ അപേക്ഷിച്ച ജില്ലയിലേക്ക് എഴുതാൻ പോകുന്നതാണ്. ആ ദിവസം വരെ നിങ്ങൾ കറക്റ്റ് ടോപ്പിക് അനുസരിച്ച് പഠിക്കുക. ടോപ്പിക്ക് കറക്റ്റ് തീർത്തു എന്ന് ഉറപ്പ് വരണം. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി LGS മെയിൻ പരീക്ഷയായാലും വനിതാ കോൺസ്റ്റബിളിൻ്റെ ആയാലും അല്ലെങ്കിൽ പോലീസിൻ്റെ പരീക്ഷയായാലും അല്ലെങ്കിൽ എക്സൈസിൻ്റെ പരീക്ഷയായാലും ഫയർഫോഴ്സിൻ്റെ പരീക്ഷയായാലും കറക്റ്റ് അവർ ടോപ്പിക്ക് ബേസ് വെച്ച് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതാണ്. ഹെവി ആയിട്ടൊന്നും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ചോദിച്ചില്ല, കുറച്ച് ചോദിച്ചതേ ഉള്ളൂ. ബാക്കി വൺ വേർഡുകളായാലും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തന്നെ. നിങ്ങളിപ്പോൾ എന്താ കഴിഞ്ഞ ആഴ്ചയൊക്കെ നടന്ന വനിതാ കോൺസ്റ്റബിളിൻ്റെ ഒക്കെ പരീക്ഷ കണ്ടില്ലേ, അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ കണ്ടില്ലേ? ഹാളിലിരുന്ന് പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നവര് ഒരു 70 മേളിൽ നേടാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് അത്. ഈ ഹാളിലിരുന്ന് ടെൻഷൻ അടിക്കുന്നതും എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. അവിടെ പോയിരുന്ന് പിന്നെയും ആലോചിച്ച് അയ്യോ ഇതൊക്കെ പാടാണല്ലോ വീണ്ടും ഇരുന്ന് നെഗറ്റീവ് ആക്കുന്നവരാണ് ഏറ്റവും മെയിൻ കുഴപ്പമെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് 3:30 വരെ സമയം തരികയാണ്. 2 മണി തൊട്ട് 3:30 വരെ നിങ്ങളുടെ സമയത്തേക്കാണ്. അത് ശ്രദ്ധിച്ച് ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം അറിയാവുന്നത് കൈകാര്യം ചെയ്യുക. ചിലവർക്ക് GK ആയിരിക്കും, ചിലവർക്ക് ഇംഗ്ലീഷ് മേഖല, ചിലവർക്ക് കണക്ക് മേഖലയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതാണോ നേരത്തെ ഒതുക്കാനുള്ളത് കറക്റ്റ് ഒതുക്കുക. ആദ്യം ഒതുക്കിയതിന് ശേഷം എണ്ണി നോക്കുക, നിങ്ങൾക്ക് എത്ര ഇതുവരെ പെർഫെക്റ്റ് ആയിട്ട് എത്ര എണ്ണം കിട്ടി. അതിനുശേഷമേ നിങ്ങൾ ഒരു 50-50 ചാൻസോ 4 അറിഞ്ഞുകൂടാത്തത് പേന തൊടിയേ ചെയ്യരുത്. കാരണം എന്തിനാ? നിങ്ങൾ എത്ര നാൾ കഷ്ടപ്പെട്ടതാണ് ഈ ശരി മേടിച്ചു വെച്ചിരിക്കുന്നത്. എത്ര നാൾ കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച ശരികളാണ്. അത് ഈ മൈനസിലൂടെ നിങ്ങൾ കൊണ്ടുപോകണം. ഓരോരുത്തർ കണ്ടിട്ടില്ലേ 10 മൈനസ്, 15 മൈനസ്, 20 മൈനസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ കഷ്ടപ്പെട്ട് എഴുതി ശരി മേടിച്ചത് ആ 15 മൈനസിലൂടെ പോയില്ലേ? അതുകൊണ്ടൊന്ന് ആലോചിക്കുക. ഒരു അവസരം, ഇനി അവസരം, ഈ ഒരു പരീക്ഷ കഴിഞ്ഞാൽ ഇനി LDC എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരു ചെയറും ടേബിളും അല്ലെ, ആ ഒരു ചെയറും ടേബിളും നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കുക. അതും നിങ്ങൾ മാത്രമാണോ? നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ കൂട്ടുകാർ, അല്ലെങ്കിൽ നിങ്ങളെയും പ്രതീക്ഷിച്ച് നിൽക്കുന്ന എത്ര പേര് എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോൾ നല്ലവണ്ണം പഠിക്കുന്നുണ്ട്, അന്ന് മുതൽ ഇന്ന് വരെയും പഠിക്കുന്നു, രാത്രി ആയാലും രാവിലെ എഴുന്നേറ്റായാലും പഠിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾക്കും ഒരു സ്വപ്നമില്ലേ? ഒത്തിരി നാളുകൊണ്ടേ നിങ്ങൾ സ്വപ്നം കാണുന്നില്ലേ? ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. ഈ ഒരു LDC പരീക്ഷ നേടണമെന്നോ, നല്ലൊരു ചെയറും ടേബിളും, രാവിലെ ചെന്ന് നിങ്ങൾ ആ ചെയറിലോട്ട് ഇരിക്കുന്ന രംഗങ്ങളും, നിങ്ങൾക്ക് ആവശ്യമായ ഫയലുകൾ നിങ്ങൾ നോക്കുന്ന രംഗങ്ങളും, നിങ്ങളുടെ കൂട്ടുകാരെ തന്നെ നോക്കിയാൽ മതി. കഴിഞ്ഞ വർഷമൊക്കെ ജോലി കയറിയ കൂട്ടുകാരൊക്കെ കണ്ടിട്ടില്ലേ? അവരൊക്കെ ആ പോകുന്ന പോക്ക് കണ്ടില്ലേ? അവരുടെ കടങ്ങളൊക്കെ തീരുന്ന കണ്ടില്ലേ? അവർ ലോൺ എടുക്കുന്നത് കണ്ടില്ലേ? അവർ വീട് വെക്കുന്നതായാലും നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നതായാലും നല്ലൊരു വണ്ടി മേടിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങളും ആഗ്രഹിച്ചിട്ടല്ലേ ഇതിനിറങ്ങി തിരിച്ചത്. അപ്പോൾ നിങ്ങൾ വേറെ ചിന്തിക്കേണ്ട. നിങ്ങൾ ഒത്തിരി ചിന്താഗതി വരും. നല്ല പഠിക്കുന്നവർക്കാണ്, കണക്കും ഇംഗ്ലീഷും ഒക്കെ ഭയങ്കര ഫ്ലോ ഉള്ളവർക്കാണ് അത് കിട്ടുന്നത്. സാറേ, എനിക്ക് എത്ര കണക്ക് ചെയ്താലും ഉത്തരങ്ങൾ അങ്ങോട്ട് കിട്ടുന്നില്ല. വീട്ടിൽ ഇരുന്ന് കണക്ക് ചെയ്യുമ്പം എല്ലാം വരുന്നുണ്ട്, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അങ്ങ് വെപ്രാളമാണെന്ന്. പോട്ടെ, അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഈ ചിന്താഗതി ആദ്യം ഒഴിവാക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് ടോപ്പിക് അനുസരിച്ച്. നിങ്ങൾക്ക് കണക്ക് പാടാണ്, നിങ്ങളുടെ ചിന്താഗതി അതാണ്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് കണക്ക് പാടാം. പക്ഷേ ഇനിയുള്ള ദിവസം എന്നെ കൊണ്ട് കണക്ക് ഏറ്റവും പ്രധാനപ്പെട്ടേക്ക് ഞാൻ പഠിച്ചു തീർക്കും. വരി, നിരയും, കോണളവ്, ഹസ്തദാനം, കലണ്ടർ, അതുപോലെ ശരാശരി, ഭിന്നസംഖ്യ, അംശബന്ധം, ട്രെയിനിന്റെ കണക്ക്, പലിശയുടെ കണക്ക്, പ്രോഗ്രഷൻ, ഇങ്ങനെ മെയിൻ കാര്യങ്ങൾ നിങ്ങൾ തീർക്ക്. മെയിൻ ഏറ്റവും പ്രധാനപ്പെട്ട അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള ഇൻഡയറക്റ്റ് കണക്ക് നിങ്ങൾ കളഞ്ഞു. ബാക്കിയുള്ളത് നിങ്ങൾക്ക് പഠിച്ചൂടെ? അതുപോലെ മലയാളം,
സ്ത്രീലിംഗം, മലയാളമായാലും പിരിച്ചെഴുതുക, എതിർലിംഗം, ഒറ്റപ്പദം, ശൈലികൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വരികൾ ആരുടെ, ഇതൊക്കെ മെനക്കെട്ടൊന്ന് വായിക്ക്. നിങ്ങൾ ആ പരീക്ഷയുടെ അന്ന് വരെ നല്ലവണ്ണം വായിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ മുമ്പിലേക്ക് വരും. കാരണം എന്താ, അന്ന് മുതൽ ഇന്ന് വരെ, പരീക്ഷയ്ക്ക് വിളിച്ച അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വേറെ വേവലാതികളൊന്നും വരണ്ട. പിന്നെ ഒരു പ്രധാന കാരണം, നിങ്ങളുടെ മുമ്പിലേക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെ വന്നു കാണും അല്ലേ, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും, അല്ലെങ്കിൽ അസുഖങ്ങളായിട്ട് വന്നു കാണും, വീട്ടിൽ അസുഖങ്ങളായിട്ട് വന്നു കാണും, അല്ലെങ്കിൽ അച്ഛനൊക്കെ, പല ആൺകുട്ടികൾ പറയുന്നേക്കാം, അച്ഛനൊക്കെ ജോലിക്ക് ഇറങ്ങിത്തിരിക്കാൻ പറയുന്നു, കുറേ നാളായില്ലേ നീ, എനിക്ക് ഇതും കിട്ടിയില്ലെങ്കിൽ ഇനി എന്നൊക്കെ. അമ്മയ്ക്ക് അസുഖമായി കാണും, അല്ലെങ്കിൽ അമ്മയും പറയുന്നുണ്ട് ഇനി എത്ര വയസ്സ് ഓവറായി തുടങ്ങും. പക്ഷെ ഒരേ ഒരു ചിന്താഗതി നിങ്ങൾ ചെയ്യേണ്ടത്, ചിലപ്പോൾ നിങ്ങളുടെ കാമുകി പറഞ്ഞു കാണും ഒരു ജോലി എത്രയും പെട്ടെന്ന് സമ്പാദിക്കുക എന്ന്. പല ആൺകുട്ടികളും ഇങ്ങനെ പറയുന്ന ആളുണ്ട്, സാറേ എൻ്റെ അവൾക്ക് ഒരു ജോലി ഇല്ലെങ്കിൽ, എനിക്കൊരു ജോലി ഇല്ലെങ്കിൽ അവൾ വേറെ കിട്ടുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും വേറെ കിട്ടിക്കാൻ നിർബന്ധിക്കുന്നു, എനിക്കൊരു ജോലി കിട്ടണം, ഇങ്ങനെയൊക്കെ പ്രതീക്ഷ വെക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയാം, ഈ വരുന്ന പരീക്ഷ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പക്ഷേ ബാക്കിയുള്ള അങ്ങനെയുള്ള സമയങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുക. ഇനി ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്യണം. ഇനിയുള്ള ഓരോ നിമിഷവും നിങ്ങൾ തിന്നുന്നതിലും, നിങ്ങൾ ഉറങ്ങുന്ന സമയത്തായാലും, നിങ്ങൾ കളിക്കുന്ന സമയത്തായാലും, വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്ന സമയത്തായാലും എപ്പോഴും ഒരു LDC ലോകമായിരിക്കും, GK ലോകം, കറണ്ട് അഫേഴ്സ്. ഇത്ര നേരം ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ ഇത്ര നേരം മണിക്കൂറുകൾ ഓരോ വിഷയത്തിന് മാറ്റിവെക്കുക. രാവിലെ 9 മണി തൊട്ട് 10 മണി വരെ ഇരിക്കുന്നു, 10 മണി വരെ ഹിസ്റ്ററി പഠിക്കുന്നു, ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ 1 മണിക്കൂർ ജോഗ്രഫി നോക്കുക. അങ്ങനെ റിവിഷൻ കൊണ്ടുവരിക. റിവിഷനിലൂടെയാണ് പെർഫെക്റ്റ്. പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് ചെയ്തില്ലയോ നിങ്ങൾ മൈനസ് മാർക്ക് കുറയും. തീർച്ചയായിട്ടും മൈനസ് നിങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ കുറേ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾ ചിലപ്പം സാറ് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഒത്തിരി മൈനസ് വന്ന് മാർക്ക് കുറയുന്നു, അപ്പോഴത്തേക്ക് ആത്മവിശ്വാസം കുറയുന്നു എന്ന് കുറേ പേര് പറയുന്നേക്കാം. ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ചെയ്ത് ശീലം. ചിലപ്പോൾ ഈ മോക്ക് ടെസ്റ്റുകൾ നല്ല ടഫുകളായിരിക്കും. പല വ്യക്തികൾ ഇടുന്ന ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ നിങ്ങൾ ഇന്ന് എഴുതുന്ന മോക്ക് ടെസ്റ്റ് വേറൊരാൾ ഇട്ടതായിരിക്കും, നാളെ വേറൊരാൾ ഇടുന്നത്. അയാൾ ചിലപ്പം നല്ല ടഫ് ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നതാണ് ഇന്ന് എനിക്ക് 50 നാളത്തെ മോക്ക് ടെസ്റ്റ് എനിക്ക് 60 ആവും എന്ന് വിചാരിച്ച് പഠിക്കേണ്ട. ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത എഴുതാതെ ഇങ്ങി വന്നു നോക്കെ, അപ്പോഴും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പഠിച്ച മാർക്ക് ഇത്രയാണ്. പിന്നെ ഓരോ വിഷയത്തിലും ഏത് മേഖലയിലാണ് മാർക്ക് പോയതെന്ന് നോക്കുക. ജോഗ്രഫി എടുക്കുമ്പോൾ ലോക ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയും പെർഫെക്റ്റ് ആയോ നോക്കണം. അന്തരീക്ഷ പാളികൾ, സമുദ്രങ്ങൾ, കാറ്റുകൾ, അത് മേഘങ്ങൾ, അങ്ങനെ ലോക ജോഗ്രഫിയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി, ഹിമാലയത്തിൻ്റെ ഉപവിഭാഗങ്ങൾ ഏതൊക്കെ, നദികൾ ഏതൊക്കെ, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, അതുപോലെ കായലുകൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദേശീയ പാർക്കുകൾ, പ്രത്യേകതകൾ, ഇങ്ങനെ ഓരോ സെക്ഷൻ തിരിച്ചു വെച്ച് പഠിച്ചു നോക്കെ. എന്നിട്ട് റിവിഷൻ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ എപ്പോഴും ഒരു ദിവസത്തിൽ ഇത്ര നേരം ഉണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന നല്ലതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾക്കറിയാം, ഒരു കായലിന്റെ കാര്യം ചോദിക്കുകയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? അപ്പോൾ നിങ്ങൾ വൂളാർ തടാകം ജമ്മു കാശ്മീർ എന്ന് പഠിക്കുന്നു. അപ്പോൾ ജമ്മു കാശ്മീരിൽ എന്തൊക്കെ പ്രത്യേകത? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള വനമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ. അതുപോലെ ഹൗസ് ബോട്ടുകൾക്ക് പ്രസിദ്ധമായ തടാകമാണ് ദാൽ തടാകം. അങ്ങനെ ജമ്മുവിന് ചോദിക്കുക, കുങ്കുമ ഏറ്റവും കൂടുതൽ. അങ്ങനെ സെക്ഷൻ തിരിച്ചൊന്ന് പഠിച്ചു നോക്കെ. അതുപോലെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷ് ചിലവർക്ക് അത്ര കടുകട്ടി അറിഞ്ഞൂടാ, പക്ഷേ നിങ്ങൾ മെനക്കെട്ടാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ കഴിയും, ആർട്ടിക്കിൾ ചെയ്യാൻ കഴിയും, റിപ്പോർട്ടർ സ്പീച്ച് ചെയ്യാൻ കഴിയും. റിപ്പോർട്ടർ സ്പീച്ച് അല്ലാതെ എനിക്ക് ഇത് എഴുതാൻ അറിഞ്ഞൂടാ, ചില കോഡുകൾ ഉണ്ടെന്നേ. അസർട്ടീവും, ഇന്ററോഗേറ്റീവും, ഇമ്പരേറ്റീവും, എക്സ്ക്ലമേറ്ററി, ഈ 4 സെന്റൻസേ ഉള്ളൂ. ഇത് നടുക്ക് വന്നാൽ ഏതൊക്കെ ഇടണം, അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് കട്ട് ചെയ്യാം. പാസീവ് വോയിസ് അതുപോലെ ഓപ്ഷനിൽ നിന്ന് കട്ട് ചെയ്യാം. ING വന്ന ബീയിങ്, ഹാസ്, ഹാവ്, ഹാഡ് വന്ന ബീന്, വില്ല്, വുഡ്, ഷാള്, ഷുഡൊക്കെ വന്ന ബി. ഇതൊക്കെയല്ലേ പാസീവ് വോയിസ്. അങ്ങനെ മനസ്സിലാക്കുക. ഏറ്റവും അടുത്തറിയുന്ന കൂട്ടുകാരനെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള എത്ര ക്ലാസ്സുകളാണ് ഈ കിടക്കുന്നത് എൻട്രി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കയറി നോക്കി പഠിച്ചേ പറ്റൂ. അല്ലാതെ എനിക്ക് റിപ്പോർട്ടർ സ്പീച്ച് മാറ്റിവെച്ചു, ഞാൻ പാസീവ് വോയിസ് മാറ്റിവെച്ചു എന്നല്ല. നിങ്ങൾക്കറിയാം അതൊക്കെ ചോദിക്കുന്നു എന്ന്. പിന്നെ ചോദിച്ചു വരുമോ വരത്തില്ലയോ എന്നല്ല, ചോദിക്കും എന്ന രീതിക്ക് പഠിക്കും. അതുപോലെ GK റിവിഷൻ നടത്തണം. ഓരോ ദിവസവും ആത്മവിശ്വാസത്തോടെ മുന്നേറണം. എനിക്ക് ആ ജോലി കിട്ടി, എൻ്റെ മുമ്പിലേക്ക്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലേക്ക് അഭിമാനത്തോടെ, ഏറ്റവും നല്ല റാങ്കാണ് എനിക്ക് കിട്ടിയെന്ന് നിങ്ങൾ അഭിമാനത്തോടെ കൊണ്ടുപോയി കൊടുക്കണം. ഞാൻ നല്ലവണ്ണം എഴുതി. അവരൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കുന്ന കണ്ടിട്ടില്ലേ, മോനെ നല്ലോണം എഴുതിയോ, മോനെ റാങ്ക് ലിസ്റ്റിലുണ്ടോ? നിങ്ങളെക്കാൾ ജൂനിയറുകാർ ജോലിയിൽ കയറുമ്പോൾ നിങ്ങളുടെ വിഷമങ്ങളൊന്നും ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് മുമ്പിലേക്ക്. പിന്നെ പലരും പറയും, സാറേ എനിക്ക് വയസ്സ് ഓവറായി തുടങ്ങി, എനിക്ക് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ വീട്ടിൽ
പിള്ളേരുണ്ട്, അവരെ കാര്യം നോക്കണം, വീട്ടിലെല്ലാവരുടെ കാര്യം നോക്കിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചില്ലേ അത് നോക്കിയിട്ട് ഒരു ജോലി കിട്ടണമെന്ന്? അന്നേരം പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം? അത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഒരു ഇത്ര നേരം മാറ്റി വെച്ചിട്ട് ബാക്കി സമയം പഠിക്കും. നിങ്ങൾക്ക് അവസാനം എങ്കിൽ ഇറങ്ങിയെങ്കിൽ ദൈവം തരും, പക്ഷെ ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കണം. അതുപോലെ ഫ്രഷ് കുട്ടികളോട് പറയാനുള്ളത്, ഇനിയും മത്സരിച്ച് പിന്നെയും വർഷം കടക്കാതെ ഈ പരീക്ഷയിൽ തന്നെ നേടണം. നിങ്ങൾക്ക് നല്ലൊരു സുവർണാവസരം, നല്ലൊരു പോസ്റ്റിൽ എത്തിച്ചേരാം. അവസാനം നിങ്ങൾക്ക് ഗസറ്റഡ് പോസ്റ്റിൽ വരെ എത്തിച്ചേരാവുന്ന നല്ലൊരു പോസ്റ്റാണ്. രജിസ്ട്രേഷനോ മോട്ടോർ വെഹിക്കിളോ അല്ലെങ്കിൽ പഞ്ചായത്തോ അല്ലെങ്കിൽ ഓരോ ട്രഷറി ഡിപ്പാർട്ട്മെന്റോ ഓരോരുത്തരെ നിങ്ങൾ കണ്ടിട്ടില്ലേ ടാഗുമൊക്കെ ഇട്ട് അവർ പോയി ഓഫീസിൽ ജോലി ചെയ്യുന്നത്? അതുപോലെ ആകണം. മറ്റുള്ള ഏതൊരു ജോലിയേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഈ LDC പറയാറുള്ള, എല്ലാവരും മത്സരിക്കുന്നതെന്ന് നിങ്ങൾക്കും അറിയാം. അപ്പോൾ നിങ്ങളോട് പറയുകയാണ്, സ്വപ്നം കാണുക, ലക്ഷ്യസ്ഥാനത്തെത്തുക, പൂർണ്ണതയോടുകൂടി പഠിക്കുക, അറിഞ്ഞുകൂടാത്തത് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോ ക്ലാസ്സുകൾ എൻട്രി കിടപ്പുണ്ട്, ഓരോന്നും സെപ്പറേറ്റ് ഇതാ അവസാനം ഹോട്ട് റിവിഷൻ വരെ നിങ്ങൾക്ക് കൊണ്ടുതരികയാണ്. കാരണം എന്താ, നിങ്ങളിൽ ഒരാൾക്കെങ്കിലും അത് പ്രയോജനപ്പെടുന്നെങ്കിൽ അവർ പ്രയോജനപ്പെടും. ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതൽ തീർക്കണം. ഇപ്പം ചന്ദ്രയാൻ 3, പുതിയ പാർലമെന്റ് മന്ദിരം, വനിതാ സംവരണ ബില്ല്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് സെപ്പറേറ്റ് മാറ്റണം. മാസ ബേസ് വെച്ച് പഠിച്ചു വരണം. 2024 ഇതുവരെ ഉള്ളതെല്ലാം കറണ്ട് അഫേഴ്സ് തീർന്നു. 23 അങ്ങോട്ടുള്ളതെല്ലാം ഡിസംബറിൽ നിന്ന് വായിച്ച് വരണം. അതുപോലെ ഓരോന്ന് കേരളം എടുക്കുമ്പം കേരളത്തിന്റെ പ്രക്ഷോഭം, കേരളത്തിന്റെ നവോത്ഥാന നായകൻ, കേരളത്തിന്റെ ജോഗ്രഫി, യൂറോപ്യന്മാരുടെ വരവ്, അതുപോലെ തിരുവിതാംകൂറിന്റെ ചരിത്രം, ഇങ്ങനെയുള്ള സെപ്പറേറ്റ് നിങ്ങൾ തീർത്തു എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ 1857 INC അങ്ങനെ സെപ്പറേറ്റ് മാറ്റുക. സയൻസ് പറ്റുന്ന, ചിലപ്പോൾ സയൻസ് നിങ്ങൾക്ക് പാടായിരിക്കും, അങ്ങനെ മാറ്റി വെക്കരുത്. നിങ്ങൾ പഠിക്കുന്നതാണ് വരും എന്ന രീതിയിൽ ചലനമായാലും ശബ്ദമായാലും പ്രകാശമായാലും കുറേശ്ശെ പഠിക്കുക. ആവർത്തന പട്ടിക കുറേശ്ശെ പഠിക്കുക. ഒരു ദിവസം ഒരു 5 പേജ് വീതമൊന്നും പഠിച്ചു മാറ്റിയൊക്കെ ഇനിയും ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് സയൻസ്, ബയോളജി ഏറ്റവും നല്ലൊരു പോർഷനാണ്. LDCക്ക് എപ്പോഴും ചോദിക്കുന്നത് കോശങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും വിറ്റാമിനുകളെക്കുറിച്ചും അതുപോലെ ശരീര അവയവങ്ങളെക്കുറിച്ചും ബയോളജിയൊക്കെ തീർച്ചയായിട്ടും വരും. അതൊന്നും മാറ്റിവെക്കരുത്. മറന്നു പോകും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പലതവണ വായിച്ച് രോഗങ്ങൾ, രോഗകാരികൾ അല്ലെങ്കിൽ രോഗനിർണയ ടെസ്റ്റുകൾ, അതുപോലെ വിറ്റാമിനുകൾ പ്രത്യേകത ഇടവിട്ട് വായിച്ച് കൊണ്ടുവരിക. തീർച്ചയായിട്ടും നിങ്ങൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കണം. നിങ്ങൾക്ക് എത്ര നാളുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പ്രാവശ്യം നിങ്ങൾ കയറണം. ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്, ഞങ്ങളുടെ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് കൂടെ ഉണ്ട്. റിവിഷനുമായിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഹോട്ട് ടോപ്പിക്സ് പ്രധാനപ്പെട്ടൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരുന്നു. അത് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഒത്തിരി സ്വപ്നം കാണുന്നില്ലേ, നല്ലൊരു വീട് വെച്ച് അച്ഛനെയും അമ്മയും സ്വസ്ഥമാക്കണ്ടേ? പെൺകുട്ടികളോട് ഹസ്ബൻഡിന് ഒരു സഹായമായിട്ട് ആ ഒരു ജോലി സമ്പാദിച്ചിട്ട് 1-ാം തീയതി കിട്ടുന്ന ആ ഒരു ശമ്പളത്തിലൂടെ നിങ്ങളുടെ ഹസ്ബൻഡിലേക്ക് കൊടുക്കുന്നു. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഒരു വീട് വെക്കുന്നതിന് ഹസ്ബൻഡിന് ഒരു സഹായമായി എൻ്റെ സാലറിയിൽ നിന്ന് ഇത്ര ലോൺ എടുക്കാം എന്ന് പറയുന്നില്ലേ? അതുപോലെ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന പെൺകുട്ടികൾ ഒരു ജോലിയോടുകൂടി അഭിമാനത്തോടു കൂടി നിന്നാൽ ഏറ്റവും നിങ്ങൾ ആഗ്രഹിച്ച ഒരാൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരത്തില്ലേ? എത്രയോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? പ്രൈവറ്റ് മേഖലയുണ്ട്, ഗവൺമെന്റ് ജോലിയുണ്ട്. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചത് എന്തിനാ? ഗവൺമെന്റ് ജോലി നേടണമെന്ന്. ആ ഗവൺമെന്റ് ജോലി നേടാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് എത്രയേ ഉള്ളൂ, നിങ്ങൾ ഓരോ ദിവസവും കഷ്ടപ്പെട്ട് പഠിക്കുക, ടോപ്പിക്ക് ഹാർഡ് വർക്ക് ചെയ്യുക, റിവിഷൻ നടത്തുക. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒക്കെ റിവിഷൻ. ഞങ്ങളൊക്കെ ഈ പഠിച്ച് തന്നെയാണ് ജോലി നേടിയത്. അന്നറിഞ്ഞ ഉറക്കം ഇല്ലാതെ പഠിച്ചു എന്നല്ല, പക്ഷെ കറക്റ്റ് ഒരു ഓർഡറിൽ പഠിച്ചു. ഒരു കൊച്ചു ബുക്ക് ഉണ്ടാക്കിയിട്ട് ഹെഡിങ് എഴുതി മാറ്റി, ഇന്നത് തീർത്ത് രാത്രി 11 മണിക്ക് കിടക്കാൻ നേരത്ത് ഞാൻ കട്ടിലിലോട്ട് കിടക്കാൻ നേരത്ത് ഞാൻ സന്തോഷത്തോടെ ഉറങ്ങണം. ഞാൻ ഇന്ന് ഇത്രയും തീർത്തു. രാവിലെ 5 മണിക്ക് ഞാൻ ഉണരും. ഇന്ന് നാളെ രാവിലെ എനിക്ക് ഇത്രയാണ് തീർക്കാനുള്ളതെന്ന് ഉണർന്ന് നിങ്ങൾ പഠിച്ചങ്ങ് തുടങ്ങിക്കോണം. ആരെ ആശ്രയിക്കരുത്. കൂട്ടുകാരൻ വരട്ടെന്നോ അല്ലെങ്കിൽ ഇന്ന ആൾ വരട്ടെന്നോ ഒന്നും നോക്കരുത്. കാരണം ഇനി നിങ്ങളുടെ വിലപ്പെട്ട ദിവസങ്ങളാണ്. ഇനി ഇന്ന ആൾ വന്നാലേ പഠിക്കൂ, കമ്പൈൻ സ്റ്റഡി കൊണ്ടാലേ പഠിക്കൂ എന്നല്ല. ഒരു മാർക്ക് വില പിടിച്ചതാ. 10ലോ +2ലോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാർക്കിനല്ല, ഏതൊരു വ്യക്തിയേക്കാൾ ഒരു മാർക്ക് കൂടുതലുണ്ടെങ്കിൽ ഏറ്റവും നല്ല റാങ്കിലോട്ട് വരിക. ഒരു റാങ്ക് അല്ല മാറുന്നത്. 70ഉം 71ഉം ഉണ്ട്. നിങ്ങളെ 71 ആണ്, മറ്റേ കുട്ടി 70 ആണെങ്കിൽ 150, 200 റാങ്കിന് താഴെയായിരിക്കും. നിങ്ങൾക്കറിയാലോ LDC ചിലപ്പോൾ 5 പേരെ എടുക്കും, 10 പേരെ എടുക്കും. അപ്പം ഈ ഒരു മാർക്ക് വ്യത്യാസത്തിൽ ചിലപ്പോൾ 6 മാസം വരെ കാത്തിരിക്കേണ്ടി വരും ഒരു ജോലിക്ക് കയറാൻ. ചിലപ്പോൾ ലിസ്റ്റിൽ നിന്ന് വരെ പുറത്താകും. അതുകൊണ്ട് ഏറ്റവും നല്ലോണം വാശിയോടുകൂടി പഠിക്കുക. എവിടുന്നൊക്കെ സോഴ്സ് കണ്ടെത്താമോ അത് പഠിക്കുക. നല്ലൊരു ജോലിയിൽ എത്തിച്ചേരുക, നല്ലൊരു ഡിപ്പാർട്ട്മെന്റിൽ എത്തിച്ചേരുക. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പരീക്ഷയുടെ അവസാന നാൾ വരെയും കൂടെ ഞാനും ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടി. എന്ത് വിഷമം വന്നാലും ഇപ്പം അതെല്ലാം മാറ്റിവെക്കുക. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അച്ഛൻ അസുഖമായിരിക്കും, ചിലപ്പം അച്ഛൻ ജോലിക്ക് പോകാൻ പറഞ്ഞാണോ, അമ്മ പറഞ്ഞാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസയൊക്കെ ബുദ്ധിമുട്ടായി കാണും, നിങ്ങൾ ഏതെങ്കിലും ബൈക്ക് എടുത്തതിന് ലോണിൻ്റെ ആയി കാണും, അല്ലെ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ബുദ്ധിമുട്ട്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക്
നിങ്ങൾക്ക് കറക്റ്റ് ഡേറ്റോട് കൂടി വന്നതാണ്. ഈ കുറച്ച് ദിവസം കൂട്ടുകാരെല്ലാം മാറ്റിവെച്ചേരും. വൈകുന്നേരം കൂട്ടുകാർ വിളിക്കും, കറങ്ങാൻ പോവാം, ഇത് അവരോട് കാര്യം പറയുക, കുറച്ച് കഴിഞ്ഞിട്ട് വരാം, ഈ ഒരു പരീക്ഷ എനിക്കുണ്ട്, ഇത്രയും നോക്കുക. കാരണം ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഓരോരുത്തരും വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ, മുകളിലോട്ട് നിന്ന് താഴോട്ട് നോക്കുന്നത് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി ആരാണോ വർക്ക് ചെയ്യുന്നത് അവനെ ജോലിയിൽ കയറ്റുക എന്ന്. പിന്നെ ചുമ്മാ ഞാൻ എന്നും വർക്ക് ചെയ്യുന്ന സാറേ ഇങ്ങനെ ഇരുന്ന് വായിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടല്ല, പെർഫെക്റ്റ് ആക്കണം, റിവിഷൻ നടത്തണം, മോക്ക് ടെസ്റ്റ് കൊണ്ടുവരണം, സ്കൂൾ ടെസ്റ്റ് വായിക്കണം, അതുപോലെ നല്ലൊരു പോർഷൻസ് ഓരോന്നും വായിക്കണം. അങ്ങനെ നോക്കണം. വെറുതെ ഇരുന്ന് വായിച്ച് ചിലവരങ്ങ് ഫുൾ ടൈം വായിക്കുക അല്ല, വല്ല മോക്ക് ടെസ്റ്റ് OMR ചെയ്ത് തന്നെ ശീലിക്കുക കേട്ടോ. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്തിച്ചേരാം. ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇപ്പം തന്നെ തുടങ്ങുക. ഇനി ഒരു ദിവസവും വേസ്റ്റ് ആക്കരുത്. ഇനിയും ദിവസങ്ങളുണ്ട്. ഇനിയും പലരും പറയും സാറേ ഇനി മതിയൊന്നും, ഇനി വാശിയോട് കൂടി മതി, ഇനിയും നിങ്ങൾ ഒരുവിധം ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് റിവിഷനാണ്. റിവിഷൻ വാശിയോട് കൂടി തുടങ്ങുക. സ്വപ്നം കാണുക. രാത്രിയിൽ കിടക്കാൻ നേരത്ത് കണ്ണടച്ച് ഞാൻ ഈ ജോലി നേടിയിരിക്കും, എനിക്ക് നാളെ രാവിലെ ഞാൻ ഇത്ര തീർത്തിരിക്കും. വാശിയോടുകൂടി ഓരോ ദിവസവും പൊയ്ക്കൊണ്ടിരിക്കെ ദൈവം അവിടെ തന്നെ എത്തിച്ചേർന്നിരിക്കും. 90% അധ്വാനവും 10% വിധി എന്നല്ലേ പറയുന്നത്. ആ വിധി കൂടെ വരണമെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചാൽ മതി. അല്ലാതെ എനിക്ക് വിധിയില്ല സാറേ, ഞാൻ എഴുതുന്ന പരീക്ഷയെല്ലാം ഇങ്ങനെയാണ്, 4, 5, 6 പരീക്ഷ എഴുതി ആയിക്കോട്ടെ, പക്ഷേ ഈ ഒരു പരീക്ഷ നേടാൻ വേണ്ടിയാണ് നിങ്ങൾ എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഇനി ഒരു ദിവസവും വേസ്റ്റ് ആക്കണ്ട, മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ജോലിയിൽ എത്തിക്കത്തില്ലേ, എത്തണം. നിങ്ങളുടെ സ്വപ്നം ഞങ്ങളൊക്കെ അന്ന് പറഞ്ഞു, റിസൾട്ട് വന്ന് ചിലപ്പോൾ സന്തോഷത്തോടു കൂടി കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കുവാനും, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഏറ്റവും വലിയൊരു ചവിട്ടുപടിയിൽ നിങ്ങൾ എത്തിച്ചേർന്ന് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമായിരിക്കും ജോലി കയറി കഴിഞ്ഞാൽ. അങ്ങനെ എത്തിച്ചേരാൻ സ്വപ്നം കാണുക. വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും സ്വസ്ഥമായിട്ട് ആ ഒരു ജോലി, ആ ഒരു അപ്പോയിന്റ് ലെറ്റർ കൊടുക്കുന്ന ഒരു രംഗം വരുന്നത് വരെ നിങ്ങൾ സ്വപ്നം കാണുക. ഞങ്ങളുണ്ട് കൂടെ. തീർച്ചയായിട്ടും പരീക്ഷയുടെ അവസാനം വരെ റിവിഷൻ ക്ലാസ്സുമായിട്ട് ഞാൻ ഉറപ്പ് വരുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നത് വരെ. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഒരു 40% പറ്റൂ. ബാക്കി 60% നിങ്ങൾ അധ്വാനിക്കുക. നിങ്ങൾ പഠിക്കാനുള്ള ടോപ്പിക്ക് റിവിഷൻ നടത്തുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മോക്ക് ടെസ്റ്റ് ചെയ്യുക, സ്കൂൾ ടെസ്റ്റ് കവർ ചെയ്യുക. പിന്നെ വിശ്വാസവും വേണം, എനിക്കത് കിട്ടും. എനിക്ക് വല്ലാതെ ഇംഗ്ലീഷ് പാടാണ്, കണക്ക് പാടാന്നുള്ള ഒരു ചോദ്യം വേണ്ട, എനിക്കത് കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകും. അല്ലാതെ ആരെ താരതമ്യം ചെയ്യരുത്. ഹൈ ലെവൽ പഠിക്കുന്നവരെ താരതമ്യം ചെയ്യാതെ നിങ്ങളെ താരതമ്യം ചെയ്യും. നിങ്ങൾക്ക് ഇന്ന് ഇത്രയും പഠിച്ചെങ്കിൽ നാളെ അതിനേക്കായി ഞാൻ തീർക്കുന്നു, റിവിഷൻ കൊണ്ടുവരുന്നു. അല്ലാതെ ആർക്കും 100 അല്ല. നിങ്ങൾക്ക് കട്ട് ഓഫിനേക്കാൾ ഒരു 10 or 15 മാർക്ക് കൂടി നിൽക്കണം. അതിനു വേണ്ടി നിങ്ങൾ വാശിയോട് കൂടി പഠിക്കുക. അല്ലാതെ എനിക്ക് 100 ശരിയാവുമെന്നും പറഞ്ഞു പോകണ്ട. ബാക്കിയൊക്കെ ദൈവം തരുമെന്നേ. നിങ്ങൾ പഠിക്കുക, ധൈര്യമായിട്ട് പഠിക്കുക. വേറെ എല്ലാം മാറ്റി വെച്ചേരെ. കൂട്ടുസെറ്റും അതുപോലെ പെൺകുട്ടികളോട് പറയുന്നത്, നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ എവിടെയും വിലയാണ്, സമൂഹത്തിൽ എവിടെയും. പിന്നെ അത് ജോലി കിട്ടിയതിന് ശേഷമേ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ കുടുംബത്തിലായാലും നിങ്ങളുടെ സമൂഹത്തിലായാലും നിങ്ങൾക്ക് എവിടെ നിന്നായാലും നിങ്ങൾ ഇന്ന ഡിപ്പാർട്ട്മെന്റ്, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വിലയുണ്ടല്ലോ, ആ വില നിങ്ങൾക്ക് അത് കിട്ടിക്കഴിയുമ്പോഴേ മനസ്സിലാവും. അത് കിട്ടണം. ഇത്രയും പഠിച്ച് സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോയി മേശ പൂട്ടി വെക്കാനുള്ളതല്ല. നിങ്ങൾക്ക് 10, 40, 50 പൈസ സമയത്ത് നിങ്ങൾ പഠിച്ച സർട്ടിഫിക്കറ്റുകൾ നോക്കിയിരുന്ന് കരയാനുള്ളതല്ല നിങ്ങളുടേത്. അതുകൊണ്ട് ഇപ്പം പഠിച്ച് നേടുക. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞതിലൊന്നും കിട്ടിക്കാണത്തില്ല, പോട്ടെ. ഇനി ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. കിട്ടതില്ല ഈ പ്രാവശ്യം. ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുക. ഇന്ന് തൊട്ട് തുടങ്ങുക. ഞങ്ങൾ കൂടെ ഉണ്ട്. റിവിഷനുമായിട്ട് എൻട്രിയിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി പോകുന്നുണ്ട്. അല്ല, അത് മാത്രമല്ല, നിങ്ങൾക്ക് അത് പറ്റിയില്ല, നിങ്ങളുടെ രീതിക്ക് എങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത് ആ ഫോളോയിൽ കൂടെ പോവുക. യൂട്യൂബ് ക്ലാസ്സുമായിട്ട് ഞാനും തീർച്ചയായിട്ടും പരീക്ഷ വിട നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നല്ലോണം പഠിക്കത്തില്ലേ? ഏറ്റവും നല്ല റാങ്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.